Dear students, ഇന്നത്തെ സബ്ജക്ട് കെമിസ്ട്രി. കെമിസ്ട്രിയിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ നേച്ചർ. എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ബട്ട് ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി നേച്ചർ. അതിനെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമ്മൾ ഏത് കേസിലാണ് പറയുക? ഡൈലൂട്ട് സൊല്യൂഷൻസിൻ്റെ കേസിലാണ്. ഡൈലൂട്ട് സൊല്യൂഷൻസിൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്സ് ആഡ് ചെയ്യുന്ന കേസിലാണ് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പറയുന്നത്. ഫസ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. When a non-volatile solute B ആയിട്ട് നമ്മൾ എടുത്തു. When a non-volatile solute is dissolved in a liquid solvent A, the vapor pressure of the solvent is lowered. This phenomenon is called lowering of vapor pressure. ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സോൾവെന്റിൽ ആഡ് ചെയ്യുമ്പോൾ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ എന്ത് ചെയ്യും? കുറയും. ഈ പ്രോസസ്സിനെയാണ് പറയുന്നത് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ലിക്വിഡ് സോൾവെന്റിലേക്ക് ആഡ് ചെയ്തപ്പോൾ വേപ്പർ പ്രഷർ ഓഫ് ദി സോൾവെന്റ് ഈസ് ലോവേർഡ്. ഇതിനെയാണ് പറയുക ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. PA equal to P0A Chi A. ഏത് ലോയാണ്? റൗൾസ് ലോ. ഈ കേസിൽ PB equal to 0. കാരണം എന്താണ്? നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. PA equal to P0A Chi A എന്ന് പറയുമ്പോൾ 1 മൈനസ് Chi B എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Chi A ക്ക് പകരം 1 മൈനസ് Chi B സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. PA equal to ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക P0A into 1 P0A. P0A into Chi B, P0A Chi B. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഈ നെഗറ്റീവ് മൈനസ് ഇവിടേക്ക് വരുമ്പോൾ പ്ലസ് ആയി. P0A Chi B ഈക്വൽ ടു P0A മൈനസ് PA എന്നായി. Chi B ഈക്വൽ ടു P0A മൈനസ് PA ബൈ P0A or Chi B ഈക്വൽ ടു ഡെൽറ്റ PA ബൈ P0A. അപ്പോൾ the expression P0A minus PA by P0A അതിനെയാണ് പറയുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇത് എന്തിനോട് ഈക്വൽ ആണെന്നാണ് മനസ്സിലായത്? മോൾ ഫ്രാക്ഷനോട് ഈക്വൽ ആണെന്നാണ് മനസ്സിലായത്. ഓക്കെ, ഇത് എന്തിനോട് ഈക്വൽ ആണ്? മോൾ ഫ്രാക്ഷനോട് ഈക്വൽ ആണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ടിനോട് ഈക്വൽ ആണ്. അപ്പോൾ ഇത് എന്തിനോട് ഈക്വൽ ആണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ടിനോട് ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. P0A മൈനസ് PA ബൈ P0ക്ക് പകരം നമുക്ക് അത് എന്തിനോട് ഈക്വൽ ആണ്? മോൾ ഫ്രാക്ഷനോട്. ഈക്വൽ ടു മോൾ ഫ്രാക്ഷന്റെ ഫോർമുല എന്താ? NB ബൈ NA പ്ലസ് NB. NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. അപ്പോൾ ഡൈലൂട്ട് സൊല്യൂഷൻസിനാണെങ്കിൽ NB എന്ന് പറയുന്നത് NAയേക്കാൾ വളരെ ചെറുതായതുകൊണ്ട് നമ്മൾ NB ഡിനോമിനേറ്റർ എന്ന് നെഗ്ലക്ട് ചെയ്തു. P0A മൈനസ് PA ബൈ P0A ഈക്വൽ ടു NB ബൈ NA എന്ന് വന്നു. NB നമ്മൾ നെഗ്ലക്ട് ചെയ്തു. P0A മൈനസ് PA ബൈ P0A ഈക്വൽ ടു NB. അതിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? WB ബൈ MB എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇല്ലേ? പിന്നെ ഈ NB ഈ ഡിനോമിനേറ്ററിലുള്ള NB നെഗ്ലക്ട് ചെയ്തു. NA മാത്രമേ ഉള്ളൂ. NAക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? WA ബൈ MA എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. where WA and WB are masses. WA യും WB എന്ന് പറഞ്ഞാൽ മാസസ് ആണ്. MA യും MB എന്ന് പറഞ്ഞാൽ എന്താ? മോളാർ മാസസ് ആണ്. MA എന്ന് പറഞ്ഞാൽ എന്താ? മോളാർ മാസ് ഓഫ് സോൾവെന്റ്. MB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചെയ്തത്? P0A മൈനസ് PA ബൈ P0A എന്തിനോട് ഈക്വൽ ആണെന്ന് കൊടുത്തു? Chi B യോട് ഈക്വൽ ആണെന്ന് കൊടുത്തു. Chi B ക്ക് പകരം നമ്മൾ NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB എന്ന് കൊടുത്തു. NB ചെറുതായതുകൊണ്ട് ന്യൂമറേറ്റർ എന്നത് നെഗ്ലക്ട് ചെയ്തു. അപ്പൊ എന്താ വന്നേ? P0A മൈനസ് PA ബൈ P0A ഈക്വൽ ടു NB ബൈ NA എന്ന് വന്നു. അപ്പോൾ NB ക്ക് പകരം WB ബൈ MB സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. NA ക്ക് പകരം WA ബൈ MA എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. WA എന്താ? WB എന്താ? അതുപോലെ MA എന്താ? MB എന്താന്ന് പറഞ്ഞു. P0A മൈനസ് PA ബൈ P0A ഈക്വൽ ടു WB ഇൻറ്റു MA ഡിവൈഡഡ് ബൈ WA ഇൻറ്റു MB. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. MB ആണ് കണ്ടുപിടിക്കേണ്ടത്. MB ഈക്വൽ ടു എന്താ വരിക? P0A ഇൻറ്റു WB ഇൻറ്റു MA ഡിവൈഡഡ് ബൈ P0A മൈനസ് PA ഇൻറ്റു WA. ഓക്കെ, MB ഇങ്ങനെ കണ്ടുപിടിക്കുക. MBയുടെ കൂടെ ഉള്ളതും ഈ നേരെ ഓപ്പോസിറ്റ് വരുന്നതും ഡിനോമിനേറ്ററിൽ വരും. ഇതെല്ലാം എന്താവും? ന്യൂമറേറ്ററിൽ വരും. അപ്പോൾ MB ഈക്വൽ ടു WB into MA into P0A by
P0A minus PA into WA. Okay, നമുക്കിനി പ്രോബ്ലം ചെയ്ത് നോക്കാം. The vapor pressure of pure benzene at a certain temperature is 640 mm of Hg. A non-volatile solid weighing 2.175 gram is added to 39 gram of benzene. The vapor pressure of the solution is found to be 600 mm of Hg. What is the molecular mass of the solid added? എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ബെൻസീൻ എത്രയാണ്, എന്താണ് പറഞ്ഞാൽ സെർട്ടൻ ടെമ്പറേച്ചറിലുള്ളത് 640 mm of Hg എന്ന് പറഞ്ഞു. നോൺ വോളറ്റൈൽ സോളിഡ് വെയിങ് 2.175 gram ആഡ് ചെയ്തു. എന്തിലേക്കാണ് ആഡ് ചെയ്തത്? 39 gram ഓഫ് ബെൻസീനിലേക്ക്. അപ്പൊ എന്താണ്ടായത്? വേപ്പർ പ്രഷർ കുറഞ്ഞു, 600 mm of Hg ആയി മാറി. 640 എന്നുള്ളത് 600 ആയി മാറി. വാട്ട് ഈസ് ദ മോളിക്കുലാർ മാസ് ഓഫ് ദി സോളിഡ് ആഡഡ്? നമ്മളോട് MB ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ P0A എത്രയാണ്? 640 mm. വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ, അപ്പോൾ ഇതിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്തു. അപ്പോൾ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ അല്ലെങ്കിൽ സോൾവെന്റ്, അതായത് ആഡ് ചെയ്തതിനു ശേഷമുള്ളത് സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയാം. വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ്? നമ്മളോട് എത്രയാന്ന് പറയുന്നുണ്ട്? 600 ആണെന്ന് പറയുന്നുണ്ട്. ഡെൽറ്റ പി കണ്ടുപിടിക്കാനായിട്ട് രണ്ടും കൂടി നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ 640 by 600 minus 600 equal to 40. 640 minus 600 equal to 40. ഇനി നമ്മളോട് WB നമുക്കറിയാം. നോക്കൂ, WB നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്? 2.175 gram. WA നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 39. സോൾവെന്റ് നമ്മളോട് പറഞ്ഞിട്ടില്ലേ 39 gram ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് MA എത്രയാണ്? ബെൻസീൻ. ഫോർമുല എന്താ? C6H6. അപ്പോൾ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുക. മോളാർ മാസ് കണ്ടുപിടിക്കുമ്പോൾ എന്താ കിട്ടുക? 12 into 6 plus 1 into 6. 72 plus 6 എത്രയാ? 78. അപ്പൊ MA നമുക്ക് 78 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P0A into W, MB equal to P0A into WB into MA by delta P into WA. P0A എത്രയാണ്? 640 into WB 2.175 into MA എത്രയാണ്? 78 by delta P എത്രയാണ്? 40 into WA 39. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 69.6 എന്ന് കിട്ടും. മോളിക്കുലാർ മാസ് ഓഫ് സോളിഡ് എത്രയാണ്? 69.6. നെക്സ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ TB. Boiling point is the temperature at which vapor pressure of the liquid becomes equal to atmospheric pressure. എന്താണ് ബോയിലിംഗ് പോയിന്റ്? ബോയിലിംഗ് പോയിന്റ് is the temperature at which vapor pressure of the liquid becomes equal to atmospheric pressure. വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിനോട് ഈക്വൽ ആകുന്ന ടെമ്പറേച്ചർ ആണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. If a non-volatile solute is present in the solvent, the vapor pressure of solvent decreases. ഇപ്പോൾ ഒരു സോൾവെന്റിൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്താൽ എന്താ ഉണ്ടാവുക? വേപ്പർ പ്രഷർ ഓഫ് ദി സോൾവെന്റ് കുറയും. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി പ്യുവർ സോൾവെന്റ്. അപ്പോൾ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പ്യുവർ സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാൾ കൂടുതലാണ്. നമ്മൾ ഈ ഡയഗ്രാം നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക? ഇതാണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ്, ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷനാണിത്. ഇവർ തമ്മിലുള്ള ഗ്യാപ്പ്, ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെൽറ്റ TB. TB എന്ന് പറഞ്ഞാൽ എന്താണ്? ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. അതുപോലെ ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് ആണ് എത്രയാണ്? T0B. ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ് എത്രയാണ്? T0B. അപ്പോൾ ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഡെൽറ്റ TB. ഡെൽറ്റ TB എന്ന് പറയുന്നതാണ് എന്ത്? എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ ടെമ്പറേച്ചറും വൈ ആക്സിസിൽ വേപ്പർ പ്രഷറാണ് മാർക്ക് ചെയ്യുന്നത്. 1 atm നമ്മൾ നോക്കുന്നു. അതിൽ നോക്കുമ്പോൾ ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് എന്ന് പറയുന്നത്, പ്യുവർ സോൾവെന്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. ലെറ്റ് T0B be the boiling point of the pure solvent. Pure solventന്റെ boiling point T0B ആണെന്ന് വിചാരിക്കാം. And TB be the boiling point of the solution. Increase in boiling point എത്രയാണ്? ഡെൽറ്റ TB ആണ്. TB minus T0B is known as elevation in boiling point. Elevation in boiling point ആണ് എന്ത്? ഡെൽറ്റ TB എന്ന് പറയുന്നത്. For a dilute solution, the elevation of boiling point delta TB is directly proportional to molality. അപ്പോൾ എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, മൊളാലിറ്റിയോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഡെൽറ്റ TB ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്മോൾ ലെറ്റർ m.
ഡെൽറ്റ ടി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു മൊളാലിറ്റിയോട്. പ്രൊപ്പോർഷണാലിറ്റി മാറാനായിട്ട് ഏതാണ് കോൺസ്റ്റന്റ്? കെ ബി. ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം. ഇക്വേഷൻ നമ്പർ 1 ആക്കി കൊടുത്തു. എം എന്ന് പറഞ്ഞാൽ എന്താ? മൊളാലിറ്റി. എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് എന്തിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്? മൊളാലിറ്റിയോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. കെ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് ഓർ മൊളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് ഓർ എബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഇപ്പോൾ എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് എന്താണെന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ബോയിലിംഗ് പോയിന്റ് എന്താണ്? ബോയിലിംഗ് പോയിന്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഓഫ് ദി ലിക്വിഡ് ബിക്കംസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സോൾവെന്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് ദി സോൾവെന്റ് അല്ലെങ്കിൽ സൊല്യൂഷൻ കുറയും. ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്യുവർ സോൾവെന്റിനേക്കാളും കൂടുതലാണ്. അപ്പൊ പ്യുവർ സോൾവെന്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആ സോൾവെന്റ് അപ്പൊ പിന്നെ കിട്ടുന്ന സോൾവെന്റിന്റെ അതായത് സൊല്യൂഷന്റെ അതായത് സോൾവെന്റ് ഓർ സൊല്യൂഷൻ. അപ്പോൾ പ്യുവർ സോൾവെന്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്തു. പ്യുവർ സോൾവെന്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്തു. അപ്പോൾ പിന്നെ കിട്ടുന്ന സൊല്യൂഷൻ അല്ലെങ്കിൽ പിന്നെ കിട്ടുന്ന സോൾവെന്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സൊല്യൂഷൻ. ആ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ഈസ് ഹയർ ദാൻ പ്യുവർ സോൾവെന്റ്. ഹയർ ദാൻ ദാറ്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. അപ്പോൾ ഈ ഡിഫറൻസിനെയാണ് നമ്മൾ ഡെൽറ്റ ടി ബി എന്ന് പറഞ്ഞത്. ഡെൽറ്റ ടി ബി ഈസ് നോൺ ആസ് എലിവേഷൻ ബോയിലിംഗ് പോയിന്റ്. ഇത് വേറെ ഏതൊക്കെ പേരിൽ പറയാം നമുക്ക്? അത് ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം. കെ ബി എന്ന് പറഞ്ഞാൽ എന്താ? ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് ഓർ മൊളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് ഓർ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ഓക്കെ. ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് ഡെൽറ്റ ടി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം എന്ന് പറഞ്ഞു മൊളാലിറ്റി. ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം. ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം. ആ എമ്മിന് പകരം മൊളാലിറ്റിയുടെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൊളാലിറ്റിയുടെ ഫോർമുല എന്താ? ഡബ്ല്യു ബി ബൈ എം ബി ബൈ ഡബ്ല്യു എ ബൈ 1000. അതായത് ഡബ്ല്യു ബി ഇൻറ്റു 1000 ബൈ ഡബ്ല്യു എ ഇൻറ്റു എം ബി. ഇതാണ് മൊളാലിറ്റിയുടെ ഫോർമുല. അപ്പോൾ ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം എന്ന് പറഞ്ഞു. ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം. ആ എമ്മിന് പകരം മൊളാലിറ്റിയുടെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ ഉണ്ടാവുക? ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം എന്നാണ്. എമ്മിന് പകരം നമ്മൾ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മൊളാലിറ്റിയുടെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിൽ നിന്ന് എം ബി കണ്ടുപിടിക്കണം. എം ബി കണ്ടുപിടിക്കുമ്പോൾ എന്താ കിട്ടുക? കെ ബി ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു 1000 ബൈ ഡെൽറ്റ ടി ബി ഇൻറ്റു ഡബ്ല്യു എ. ഓക്കെ. അപ്പോൾ ഇപ്പൊ എന്താണ് പഠിച്ചത്? രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ള എന്താ പഠിച്ചിട്ടുള്ള? എലിവേഷൻ ബോയിലിംഗ് പോയിന്റ്. എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് വരുമ്പോൾ ആദ്യം പഠിച്ച ഡെഫിനിഷൻ എന്താണ് ബോയിലിംഗ് പോയിന്റ്? ബോയിലിംഗ് പോയിന്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ് ബിക്കംസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. പിന്നെ എന്താണ് പറഞ്ഞത്? ഡെൽറ്റ ടി ബി. ഡെൽറ്റ ടി ബി എന്താണ്? എലിവേഷൻ ബോയിലിംഗ് പോയിന്റ്. അത് മൊളാലിറ്റിയോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡെൽറ്റ ടി ബി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്മോൾ ലെറ്റർ എം, മൊളാലിറ്റി. ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം. ഇനി കെ ബിന് നമുക്ക് എന്ത് പറയാം? മൊളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ കോൺസ്റ്റന്റ് എന്നൊക്കെ പറയാം. ഇനി മൊളാലിറ്റിയുടെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് എന്താ കിട്ടിയത്? ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡബ്ല്യു എ ഇൻറ്റു എം ബി എന്ന് കിട്ടി. ഇതിന് എം ബി കണ്ടുപിടിക്കാനായിട്ട് എം ബി കണ്ടുപിടിച്ചപ്പോൾ കെ ബി ഇൻറ്റു ഡബ്ല്യു ബി into 1000 by delta TB into WA. Okay. Thank you.